പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സന്തോഷമുള്ള, ആരോഗ്യമുള്ള, സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, പ്രത്യാശയുള്ള ഒരു ജീവിതം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല. എന്നാൽ ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളിലും ഇതൊന്നും കാണുന്നില്ല. അതിൻ്റെ കാരണം നാം ലോകത്തിൻ്റെ വഴിയെ സ്വന്തം ഇഷ്ടപ്രകാരം നാം ജീവിച്ചാൽ ദൈവം വാഗ്ദത്തം ചെയ്ത ആ നന്മ അനുഭവിക്കാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നു, അതിരുകളില്ലാതെ സ്നേഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇവിടെ പിതാവായ ദൈവം, സകലത്തിൻ്റെ ഉടവനായ സർവശക്തനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും നശിച്ചു പോകരുത്. ആ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ നശിച്ചു പോകാതെ അവരെല്ലാം നിത്യവും പ്രാപിപ്പാൻ തക്കവിധം ആ കർത്താവായ യേശുവിനെ നമുക്ക് തരാൻ തക്കവിധം പിതാവായ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും അവിടുന്ന് നമ്മുടെ ഇടയിലേക്ക് അയച്ച യേശു ക്രിസ്തുവിനെ തിരിച്ചറിയണം. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്, അതാ പിതാവ് ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് ഈ ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനായിട്ടല്ല. നാം എല്ലാവരും യേശു ക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിപ്പാനത്രേ. ഓരോ മനുഷ്യനെയും ദൈവം ന്യായം വിധിക്കാനായിട്ടല്ല ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ വെളിച്ചത്തേക്കാൾ അധികമായി ഇരുളിനെ സ്നേഹിച്ചു. ഇരുളെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാത്താന്യ ശക്തിയുടെ ആ വഴിയെ നടന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെട്ടു. അവൻ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു എന്നത് തന്നെ അവൻ്റെ ന്യായവിധിയായി. പ്രിയമുള്ളവരെ, നമ്മുടെ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. എന്നാൽ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന ഈ സമയം നമ്മളെല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് നമ്മുടെ കർത്താവ് നമ്മളിന്ന് ആവശ്യപ്പെടുന്നു. മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നടക്കുന്നു എങ്കിൽ നമുക്ക് വളരെ പ്രത്യാശയുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള കഴിവ് അവൻ കൊടുത്തിരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം പറയുന്നു. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ ആ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിനല്ല, ജഡത്തിൻ്റെ അഭിലാഷത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, അവർ ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. ദൈവവചനമാകുന്ന വിത്ത് ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം ലോകത്തിലേക്ക് വിതയ്ക്കപ്പെട്ടു. എല്ലാ മനുഷ്യരിലേക്കും ഈ ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുവാൻ അവിടുന്ന് ഇഷ്ടപ്പെട്ടു.
ആ ദൈവവചനമാകുന്ന വിത്ത് അവിടുന്ന് വിതച്ചു. അതിനെ ഗോതമ്പ് വയലിൽ വിതയ്ക്കുന്ന ഒരു ഉപമ പോലെയാണത് പറഞ്ഞത്. വിത്ത് വിതച്ചപ്പോൾ ചിലത് വഴിയരികെ വീണു, പക്ഷികൾ വന്നത് തിന്നുകളഞ്ഞു. വേറെ ചിലത് മുള്ളിനടിയിൽ ഇടയിൽ വീണു. അത് മുള്ളും മുളച്ച് വളർന്ന് ആ ചെടിയെ ഞെരുക്കിക്കളഞ്ഞു. വേറെ ചിലത് മണ്ണിന് അധികം ആഴമില്ലാത്ത സ്ഥലത്ത് പാറമേൽ വീണു. അത് ദൈവവചനം കേട്ട ഉടനെ അത് മുളച്ചു വന്നു. മണ്ണിന് ആഴമില്ലാതിരുന്നതുകൊണ്ട് സൂര്യൻ ഉദിച്ചപ്പോൾ വെയിൽ തട്ടി അത് ഉണങ്ങിപ്പോയി. നല്ല നിലത്ത് വീണതോ അത് 100 മേനി, 60 മേനി, 30 മേനിയായി വിളഞ്ഞു. പ്രിയമുള്ളവരെ, നാം ഒരുക്കമുള്ള ഹൃദയത്തിൽ ദൈവവചനം സ്വീകരിച്ചാൽ, ദൈവവചനം ഒരു വിത്തിനോട് ഉപമിച്ചിരിക്കുന്നു. ആ വിത്ത് മുളച്ച് വളർന്ന് നമ്മളിൽ ആ പഴയ മനുഷ്യൻ ഉരിഞ്ഞു കളഞ്ഞ് നമ്മുടെ ഉള്ളിൽ ജനിച്ചു വരുന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ അഥവാ ദൈവസന്തതി അത് വളർന്ന് ലോകത്തിൽ ദൈവേഷ്ടപ്രകാരം ജീവിക്കുന്ന ദൈവമക്കളായി മാറിയാൽ ദൈവത്തിനുള്ളതെല്ലാം നമ്മുടേതായിത്തീരും. ദൈവം നമ്മുടേതാണ്. അങ്ങനെയാണല്ലോ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ തിരുവചനം ഇങ്ങനെ പറയുന്നു. ആ നാഴിയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്ക് വന്നു പറഞ്ഞു, ഗുരു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാര്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. താഴ്മയുള്ളവരായി, ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി, ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി, ദൈവ സ്വഭാവത്തിൽ ഒരു ശിശുവിൻ്റെ സ്വഭാവം മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച് മാതാപിതാക്കൾ നടത്തപ്പെട്ട് മാതാപിതാക്കളുടെ ഭവനത്തിൽ തങ്ങൾക്ക് സകലതും തങ്ങളുടേതാണെന്നുള്ള വിശ്വാസത്തിൽ, അനുസരണത്തിൽ, അവരെ ഭയപ്പെട്ട് അവരെ അനുസരിച്ച് അവരുടെ ഭാവിക്ക് വേണ്ടതെല്ലാം അവരുടെ മാതാപിതാക്കന്മാർ കരുതി ആ മാതാപിതാക്കൾ അവർ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നത് പോലെ നാമും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിൻ്റെ പ്രിയ മക്കളായി ജീവിക്കുവാൻ ദൈവം നമുക്ക് യേശുക്രിസ്തുവിലൂടെ അവസരം തന്നിരിക്കുകയാണ്. എത്രയോ വലിയ സ്നേഹമാണ് ആ സ്നേഹം. ആ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വിലയേറിയ വചനങ്ങൾ, മാറ്റമില്ലാത്ത വചനങ്ങൾ, നമ്മളെ ദൈവത്തിൻ്റെ പുത്രന്മാരാക്കി തീർക്കുന്ന മനോഹരമായ വചനങ്ങളെ നമുക്ക് തന്ന് നമ്മെ ദൈവപുത്രന്മാരാക്കുന്ന ആ ദൈവത്തിൻ്റെ മഹാസ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വളരാം. സന്തോഷമുള്ളവരായി, പ്രത്യാശയുള്ളവരായി, ആരോഗ്യമുള്ളവരായി, സൗഖ്യമുള്ളവരായി ജീവിപ്പാൻ ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതത്തിന് ശേഷം ഒരിക്കലും അവസാനിക്കാത്ത ആ ദൈവരാജ്യത്തിൽ ദൈവത്തിൻ്റെ പുത്രന്മാരായി ജീവിപ്പാൻ ആവശ്യമായ കൃപ നമ്മുടെ കർത്താവ് നമുക്ക് നൽകുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.